ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ടെക് മീഡിയ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഗൂഗിൾ പ്ലേ സ്റ്റോർ നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ആപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് അവിടെ വരുന്നൊരു പേജ് ഉണ്ടാവില്ല, ഓപ്പണായി വരുന്ന പേജിൽ ടോപ്പ് ലെഫ്റ്റിലായിട്ട് ഗൂഗിൾ ആപ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തുമ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ എല്ലാ ആപ്സും ലിസ്റ്റഡ് ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ആ ഒരു പേജ് ഓപ്പണായിട്ട് വരും. ആ ഒരു പേജ് ഓപ്പണായി വന്നു കഴിയുമ്പോൾ ടോപ്പ് ലെഫ്റ്റിൽ ഒരു 3 ഡോട്ട് ഐക്കൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ഒരു വലിയൊരു മെനു ബാർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴേക്ക് വരുമ്പം ഒരു കാസ്റ്റ് സേവ് ആൻഡ് ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അവിടെ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അവിടെ ഇൻസ്റ്റാൾ ആസ് ആൻ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു പോപ്പപ്പ് വരും. നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിൻ്റെ പേര് മാറ്റാനുള്ളൊരു പോപ്പപ്പ് ആയിട്ട് വരും. അപ്പോൾ അവിടെ നമുക്ക് പേര് മാറ്റി, ഇവിടെ ഇപ്പോൾ ഗൂഗിൾ പ്ലേ എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ട് വരും. അപ്പോൾ ഒരു പോപ്പപ്പ് കാണിക്കും. നിങ്ങൾക്കിത് ടാസ്ക് ബാറിലേക്ക് പിൻ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പിൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് തന്നെ നമുക്ക് പിൻ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് എടുക്കണമെങ്കിൽ, ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വിൻഡോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പം നമുക്കവിടെ വരും. ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും വരും. എന്നിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നു. പറഞ്ഞ പോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്താ വീഡിയോ ഇടാത്തേ, 2-3 ആഴ്ചയായിട്ട് വീഡിയോ ഇടുന്നില്ല, 2-3 വർഷമായിട്ട് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ കോളേജിലായിരുന്നു. പ്രോജക്ട്സും ലാബ്സും എക്സാംസും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി തുടരെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതൊക്കെ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.